everyone, welcome to Capital Classes. Last ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ നമ്പർ 2 ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ്, യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. എലോങ് വിത്ത് ദാറ്റ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, അതുപോലെ ഡിഫെക്ട്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ടുഡേ വി വിൽ ഡിസ്കസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ്. സോ അണ്ടർ ദിസ് ടോപ്പിക് നമ്മൾ എന്ത് പറഞ്ഞു? ദർ ആർ 3 ഫണ്ടമെൻ്റൽ ലോസ്. First one is law of diminishing marginal utility. Second one is law of equimarginal utility. And the third one is concept of consumer surplus. Concept of consumer surplus. So ഇതിൽ രണ്ടാമത്തെ ലോ ഓഫ് equimarginal utility നമുക്കിപ്പോൾ നമ്മുടെ സിലബസിലില്ല. We don't have to study. We have to study the first one and third one. First one is law of diminishing marginal utility. Okay, third one is concept of consumer surplus. Right. Consumers equilibrium in terms of utility analysis. The objective of every consumer is to get maximum utility or satisfaction from spending his or her limited income. So ഏതൊരു കൺസ്യൂമറുടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഇൻകം സ്പെൻഡ് ചെയ്തുകൊണ്ട്, ഓക്കെ, കൺസ്യൂമർ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും മാക്സിമം യൂട്ടിലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൽ നിന്നും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുക എന്നതാണ് എന്ത്? ഒരു കൺസ്യൂമറുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലേ? വെൻ ഹി ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, ഹി ഈസ് സെർവ്ഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. തൻ്റെ ലിമിറ്റഡ് ഇൻകം ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമർ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്തു. ഓക്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റീവ്? ടു ഗെറ്റ് മാക്സിമം യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഈ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഏത് പോയിന്റിലാണോ കൺസ്യൂമറിന് ലഭിക്കുന്നത്, ആ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, വെൻ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം ഹി ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദി കമ്മോഡിറ്റി പർച്ചേസ്ഡ് ലഭിക്കുന്നത്. ഓക്കെ, ഇൻ ഷോർട്ട്, the position of maximum satisfaction implies consumers equilibrium position. Right. This can be determined with the help of 3 fundamental laws. Okay, consumer equilibrium can be determined with the help of 3 fundamental laws. Law of diminishing marginal utility, law of equimarginal utility, concept of consumer surplus. Here we will discuss law of diminishing marginal utility and concept of consumer surplus. അപ്പോൾ equimarginal utility എന്ത് വേണ്ട? As of now, for the time being, we are not discussing law of equimarginal utility. നമ്മൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും ലോസ് അല്ലെങ്കിൽ തിയറീസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി? മാർജിനൽ യൂട്ടിലിറ്റി എന്താണ് എന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി? ഇറ്റ് ഈസ് ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ കൺസംഷൻ ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി, അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിളും പറഞ്ഞതാണ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ. എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള കേസ്? ഓക്കെ, സോ വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിങ്? ഡിമിനിഷിങ് മീൻസ് വാട്ട്? ഡിക്രീസിങ്, അല്ലേ? കുറഞ്ഞു വരുന്നു. മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. So the first economist to present the law of diminishing marginal utility is Gaussen. Okay, ഒന്ന് അറിഞ്ഞിരിക്കുക. Law of diminishing marginal utility states that very important. നോക്കൂ, law of diminishing marginal utility states that as a consumer consumes more and more units of a commodity, each successive unit will give him lesser satisfaction. അപ്പോൾ ഓരോ യൂണിറ്റ് കഴിയുന്തോറും
കൺസ്യൂമറിന് ഈ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് എന്താണ്, കുറഞ്ഞു വരുമെന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന് തന്നെയുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. നല്ല വിശപ്പുള്ള സമയത്ത് നമ്മളൊരു ആപ്പിൾ കഴിക്കുന്നു അല്ലേ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. രണ്ടാമത്തെ ആപ്പിൾ കഴിക്കുന്നു, ഓക്കെ, നമ്മളിപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ആദ്യത്തെ ആപ്പിൾ കഴിച്ച അത്ര സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത്തെ ആപ്പിൾ കഴിക്കുമ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദെൻ മൂന്നാമത്തെ ആപ്പിൾ കഴിക്കുന്നു, വീണ്ടും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഒന്നുകൂടി കുറയുന്നു. നാലാമത്തെ കഴിക്കുന്നു, അഞ്ചാമത്തെ കഴിക്കുന്നു. അപ്പം നമുക്ക് ഓരോ യൂണിറ്റ് ഓഫ് ആപ്പിളിൽ നിന്നും ഓക്കെ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് എന്ത് വരുന്നു, കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതാണ് എന്ത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്താ, അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന യൂട്ടിലിറ്റി. സോ ഓരോ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു, ഡിമിനിഷ് ചെയ്ത് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ആസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ആർ കൺസ്യൂംഡ്, the total utility from the commodity increases at a diminishing rate. സോ ഒന്നിലധികം യൂണിറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു ഒബ്വിയസ്ലി. പക്ഷേ ആ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഡിമിനിഷിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ കവർ ഓൾ ദി പോയിൻറ്റ്സ്, റൈറ്റ്. ദെൻ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. The law states that from the first unit an individual gets greatest satisfaction. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ആപ്പിൾ. As a consumer takes more and more units of a good, the extra utility or satisfaction, ഇതാണ് എന്ത്, this is marginal utility. Okay, extra utility or satisfaction that he derives from the extra unit of the good goes on falling. So more and more units of a commodity നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, ദാറ്റ് ഗോസ് ഓൺ ഫോളിങ്, അത് ഡിമിനിഷ് ചെയ്യും, കുറയും, ഡിക്രീസ് ചെയ്യും. ആസ് എൻ ഇൻഡിവിജ്വൽ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ഗുഡ്, ഇൻറ്റൻസിറ്റി ഓഫ് ഹിസ് വാണ്ട് ഫോർ ദ ഗുഡ് ഗോസ് ഓൺ ഫോളിങ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നത്, നമ്മളൊരു കമ്മോഡിറ്റി തന്നെ ഒന്നിലധികം യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു വാണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലേ, നമ്മുടെ ആ തീവ്രത, ഇൻറ്റൻസിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വാണ്ട്, സപ്പോസ് ആപ്പിളിൻ്റെ കേസിലാണെങ്കിൽ ഹങ്കർ, ഓക്കെ, സോ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഫോർ ദ ഗുഡ് ഗോസ് ഓൺ ഫോളിങ്, അത് കുറഞ്ഞു കുറഞ്ഞു വരും. And the point is reached where the individual is no longer wants any more units of the good. At a particular പോയിന്റിൽ നമ്മുടെ വയറ് ഫുള്ളായി നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി നമുക്ക് ആപ്പിൾ കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മളെത്തും. സോ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻഡിവിജ്വൽ is no longer wants any more units of the good. ഒരു അഡീഷണൽ യൂണിറ്റ് വേണ്ട എന്നുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യും, നമ്മൾ എത്തിച്ചേരും. ദാറ്റ് ഈസ് when the saturation point is reached, marginal utility of a good becomes zero. സോ ഈ ഒരു പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെന്തായി, നമ്മൾ പൂർണ്ണമായിട്ടും സംതൃപ്തരായി, നമ്മൾ വി ആർ ബിക്കം സാച്ചുറേറ്റഡ്, ഇനി ഒരു എക്സ്ട്രാ യൂണിറ്റ് നമുക്ക് വേണ്ട. സോ ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും, സീറോ. അതായത് അഡീഷണൽ യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്താണ്, നില്ലാണ്, സീറോ ആയി അവിടെ. Zero marginal utility of a good implies that an individual has all that he wants of the good in question. സോ ആ ഒരു കമ്മോഡിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഗുഡിൽ നിന്നും ഇദ്ദേഹത്തിന് കൺസ്യൂമറിന് ലഭിക്കേണ്ടുന്ന എല്ലാ തരത്തിലുള്ള യൂട്ടിലിറ്റിയും ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ദ സാച്ചുറേഷൻ പോയിന്റ്. അവിടെ എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആയി മാറുന്നു. സോ ഫർദർ കൺസംഷന് കൺസ്യൂമർ എന്തല്ല, റെഡിയല്ല. കാരണം അദ്ദേഹം വീണ്ടും കൺസ്യൂം ചെയ്താൽ, ഓക്കെ, ആഫ്റ്റർ ദ സാച്ചുറേഷൻ പോയിന്റ് ഇഫ് ദ കൺസ്യൂമർ കൺസ്യൂംസ് അഗെയിൻ വാട്ട് വിൽ ഹാപ്പൻ, അദ്ദേഹത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി സീറോയിൽ നിന്നും എന്ത് ചെയ്യും, താഴെ പോവും. ഓക്കെ, സോ ഒരു എക്സാമ്പിളിൽ കൂടെ നമുക്കിത് ഒന്നുകൂടി ക്ലിയർ ആക്കാം. നോക്കൂ, എക്സാമ്പിൾ ആൻഡ് ഡയഗ്രാം. സോ നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ എക്സാമ്പിളും അതേ ഡയഗ്രവുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വെൻ വി കൺസ്യൂം ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് മാംഗോ, ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പുണ്ട്. ഓക്കെ, നമ്മൾ ഒരു മാങ്ങ കഴിക്കുന്നു, നമുക്ക് 5 യൂണിറ്റ്സ് ഓഫ് യൂട്ടിലിറ്റി കിട്ടുന്നു. വാട്ട് ഈസ് ദ ടോട്ടൽ യൂട്ടിലിറ്റി, 5 യൂണിറ്റ്സ്. മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്,
5 യൂണിറ്റ്സ് അല്ലേ, കാരണം ആദ്യത്തെ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റിയാണ് നമ്മൾ കൺസ്യൂം ചെയ്തത്. സോ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി റിമെയിൻസ് ദി സെയിം. ദെൻ രണ്ടാമത്തെ മാംഗോ നമ്മൾ കഴിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? 9 യൂണിറ്റ്സ്. ഓക്കെ, വാട്ട് ഈസ് അവർ മാർജിനൽ യൂട്ടിലിറ്റി? 9 മൈനസ് 5 അല്ലേ, അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്തു. നമ്മൾ ഒരു അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന യൂട്ടിലിറ്റിയാണ്. ദറ്റ് ഈസ് 9 മൈനസ് 5 ഈസ് ഈക്വൽ ടു 4. ദെൻ തേർഡ് യൂണിറ്റ് ഓഫ് മാംഗോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. മൂന്നാമത്തെ മാംഗോ കഴിക്കുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി 12, മാർജിനൽ യൂട്ടിലിറ്റി 12 മൈനസ് 9 3. നാലാമത്തെ മാംഗോ കഴിക്കുന്നു. നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി സപ്പോസ് 14 ആണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? 14 മൈനസ് 12 2. ദെൻ അഞ്ചാമത്തെ മാംഗോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. വാട്ട് ഈസ് ദ ടോട്ടൽ യൂട്ടിലിറ്റി? 15. മാർജിനൽ യൂട്ടിലിറ്റി എത്രയാ? 15 മൈനസ് 14 1. ദെൻ ആറാമത്തെ മാംഗോ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ സപ്പോസ് ഒരു വ്യത്യാസവും വരുന്നില്ല. ഇറ്റ് ഈസ് 15 ഓൺലി, കാരണം നമ്മുടെ വയറ് ഫുള്ളായി നിറഞ്ഞു. ഓക്കെ, സോ ഈ ആറാമത്തെ യൂണിറ്റ് കഴിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ യൂട്ടിലിറ്റി കിട്ടുന്നില്ല. ദാറ്റ് ഈസ് ദ സെയിം ആസ് ദ 5th യൂണിറ്റ്. സോ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? 15 മൈനസ് 15 ഈസ് ഈക്വൽ ടു 0 അല്ലേ. 15 മൈനസ് 15 ഈസ് ഈക്വൽ ടു 0. നമുക്ക് എക്സ്ട്രാ ഒരു യൂട്ടിലിറ്റിയും ലഭിക്കുന്നില്ല. എന്തിലൂടെ? 6th യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ. ദെൻ ഏഴാമതൊരു യൂണിറ്റ്, നമ്മുടെ വയറ് ഫുള്ളായി നിറഞ്ഞു കഴിഞ്ഞ് ഏഴാമത് ഒരു മാംഗോ, ഓക്കെ 7th മാംഗോ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. 15 നിന്നും 14 കുറയുന്നു. സപ്പോസ് വിചാരിക്കും നമുക്ക് വയറുവേദന വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നു. വി ആർ ഫീലിംഗ് ഡിസ്റ്റർബ്ഡ് ബിക്കോസ് വി ഈറ്റ് മോർ ആൻഡ് മോർ മാംഗോ. സോ ടോട്ടൽ യൂട്ടിലിറ്റി ആ കേസിൽ എന്ത് ചെയ്തു? കുറഞ്ഞു, 14. മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്തു? മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവായി മാറി. നോക്കൂ, 14 മൈനസ് 15 അല്ലേ. അഡീഷണൽ യൂണിറ്റ് 6ൽ നിന്നും ഒരു അഡീഷണൽ യൂണിറ്റ് 6ൽ നിന്നും ഒരു 7ാമത്തെ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞു. അതോടൊപ്പം തന്നെ മാർജിനൽ യൂട്ടിലിറ്റി എന്തായി മാറി? -1 ആയി മാറി. അതായത് ഈവൻ 0യിൽ നിന്നും അത് എന്ത് ചെയ്തു? ഇറ്റ് ഹാസ് ഫോളൻ ടു -1. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം? നമുക്ക് എപ്പോഴാണ് ഗ്രേറ്റസ്റ്റ് യൂട്ടിലിറ്റി കിട്ടുന്നത്? ഗ്രേറ്റസ്റ്റ് യൂട്ടിലിറ്റി നമുക്ക് കിട്ടുന്നത് നമ്മൾ ആദ്യത്തെ മാംഗോ അല്ലേ, ഫസ്റ്റ് മാംഗോ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രേറ്റസ്റ്റ് യൂട്ടിലിറ്റി കിട്ടുന്നത് അല്ലേ. ദെൻ നമ്മൾ ആസ് വി ഗോ ഓൺ കൺസ്യൂമിങ്, ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, ഓക്കെ 2, 3, 4, 5 എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ വൺ ആഫ്റ്റർ അനദർ നമ്മളിങ്ങനെ മാങ്ങകൾ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ അങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ആസ് വി ഗോ ഓൺ കൺസ്യൂമിങ് മോർ ആൻഡ് മോർ മാംഗോസ് എന്താണ് ഉണ്ടാവുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? ഡിമിനിഷ് ചെയ്യുന്നു. ആസ് വി കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് മാംഗോ, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് ബട്ട് മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷസ്. ഓക്കെ, ഓർ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ്. ഫസ്റ്റ് മാംഗോയിൽ നിന്നും 5th മാംഗോ വരെ എത്തുമ്പോൾ നോക്കൂ, 1st to 5th വരെ എത്തുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? 5 യൂണിറ്റിൽ നിന്നും 15 യൂണിറ്റായിട്ട് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷെ മാർജിനൽ യൂട്ടിലിറ്റി 5 യൂണിറ്റിൽ നിന്നും 1 യൂണിറ്റായിട്ട് കുറയുന്നു. ദെൻ 6th മാംഗോ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? 0 ആണ്. അതായത് കൺസംഷൻ ഓഫ് ദ 6th മാംഗോ ഡസ് നോട്ട് ഗിവ് എനി മാർജിനൽ യൂട്ടിലിറ്റി. അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നില്ല. ദെൻ 7th മാംഗോ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു അവർ മാർജിനൽ യൂട്ടിലിറ്റി? ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്. ഓക്കെ, സോ ഇത്രയും പോയിൻറ്റ്സ് മനസ്സിൽ വയ്ക്കുക. വി വിൽ സീ ദിസ് ഡയഗ്രാം നൗ. സോ ഇതേ കാര്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളിവിടെ ഡയഗ്രമാറ്റിക് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഹിയർ ഓൺ എക്സ് ആക്സിസ് നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്തിരിക്കുന്നു? യൂണിറ്റ്സ് ഓഫ് മാംഗോസ്. ഓക്കെ, വൈ ആക്സിസിൽ ടോട്ടൽ യൂട്ടിലിറ്റി അഥവാ മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. സോ വി ഹാവ് കൺസ്യൂംഡ് ഫസ്റ്റ് യൂണിറ്റ് ഓഫ് മാംഗോ.
ഓക്കെ, നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് ഓഫ് മാംഗോ കൺസ്യൂം ചെയ്യുന്നു. നമ്മളുടെ യൂട്ടിലിറ്റി 5 ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നു. സോ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് 9 സംവർ ഹിയർ. ഓക്കെ, സോ ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 5 ആണ്, മാർജിനൽ യൂട്ടിലിറ്റിയും 5 ആണ്. റൈറ്റ്, 5. രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് 9 സംവർ ഹിയർ. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? 4. ദിസ് വൺ. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 4, ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് 9 വെൻ വി കൺസ്യൂം ദി സെക്കൻഡ് യൂണിറ്റ്. ഓക്കെ, ഇതേപോലെ നമ്മൾ മൂന്നാമത്തെ മാംഗോ കൺസ്യൂം ചെയ്യുന്നു, നാലാമത്തെ മാംഗോ കൺസ്യൂം ചെയ്യുന്നു. ആൻഡ് വെൻ വി കൺസ്യൂം ദ ഫിഫ്ത്ത് യൂണിറ്റ്, ഓക്കെ, വെൻ വി കൺസ്യൂം ദ ഫിഫ്ത്ത് യൂണിറ്റ് വാട്ട് ഹാപ്പൻസ്? നമ്മളുടെ ടോട്ടൽ യൂട്ടിലിറ്റി 15 ആണ്. മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? ദാറ്റ് ഈസ് 1. നോക്കൂ, മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 1 സംവർ ഹിയർ. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 1. സോ ഇത് മാർജിനൽ യൂട്ടിലിറ്റി കർവാണ്. ഓക്കെ, ഞാൻ ക്ലിയർ ആയി കാണിക്കാം. ദിസ് ഇസ് മാർജിനൽ യൂട്ടിലിറ്റി കർവ്. ദിസ് ഇസ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് ആൻഡ് ദിസ് ഇസ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ്. ഓക്കെ, സോ നമ്മൾ അഞ്ചാമത്തെ മാംഗോ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി 15, മാർജിനൽ യൂട്ടിലിറ്റി 1. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 1 ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് 15 ഹിയർ. ദെൻ ആറാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും നമ്മളുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? ദാറ്റ് ഈസ് 15, ബട്ട് മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് 0. നോക്കൂ, നമ്മൾ ആറാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് 15 ഹിയർ. മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? 0നെ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ദെൻ വെൻ വി കൺസ്യൂം ദ സെവൻത്ത് യൂണിറ്റ് നമ്മളുടെ ടോട്ടൽ യൂട്ടിലിറ്റിയും ഡിക്രീസ് ചെയ്യുന്നു, അതുപോലെ മാർജിനൽ യൂട്ടിലിറ്റി എന്തായി മാറുന്നു? 0യും കഴിഞ്ഞ് -1 ആയിട്ട് മാറുന്നു നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, സോ ദിസ് ഡയഗ്രാം ഇസ് ഇറ്റ് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് ചാർട്ട് ഓൺലി. ഇതേ ചാർട്ടാണ് നമ്മൾ ഈ ഡയഗ്രമാറ്റിക് ഫോമിൽ കാണിച്ചിട്ടുള്ളത്. സോ ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? നമ്മൾ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് മാംഗോസ് കൺസ്യൂം ചെയ്യുമ്പോൾ, ഓക്കെ, ആസ് വി കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് മാംഗോസ്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ് ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. കാരണം ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം 5 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്തു, പിന്നെ 4 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്തു, പിന്നെ 3, 2, 1. സോ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇവിടെ, പക്ഷെ എങ്ങനെയാണ്? ഒരു ഡിക്രീസിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. റൈറ്റ്, ദിസ് പോയിന്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഹിയർ അല്ലേ. as more and more units of a commodity are consumed, total utility from commodity increases at a diminishing rate. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, എസ് എന്ന് പറയുന്ന പോയിന്റിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്തായി മാറുന്നു? ടോട്ടൽ യൂട്ടിലിറ്റി റിമൈൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, സോ ഈ എസ് എന്ന് പറയുന്ന പോയിന്റ് 6th യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന പോയിൻ്റാണ്. അവിടെ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി മാറുന്ന കേസിൽ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഫ്ലാറ്റ് ആയിട്ട് മാറും. അതായത് 5th യൂണിറ്റ് കൺസ്യൂം ചെയ്താലും, കാരണം 2 കേസിലും 5th യൂണിറ്റിലും 6th യൂണിറ്റിലും നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? 15 ആണ്. സോ എസ് എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് എന്ത് ചെയ്യുന്നു? ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, ബിക്കംസ് ഫ്ലാറ്റ്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഫ്ലാറ്റ് ആകുന്ന പോയിന്റിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, ഹിയർ വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ബിക്കംസ് ഫ്ലാറ്റ്, അറ്റ് ദാറ്റ് പോയിന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 0 ഹിയർ, 6th യൂണിറ്റിൻ്റെ ഈ ഒരു പോയിന്റിൽ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് അറ്റ് എസ്. ഈ കർവിൻ്റെ സ്ലോപ്പ്, ഓക്കെ, ഈ കർവിൻ്റെ സ്ലോപ്പ് 0 ആയി മാറുന്നു, അതായത് ഫ്ലാറ്റ് ആയി മാറുന്നു നമ്മൾ പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ പോയിന്റിനെ നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നു. സാച്ചുറേഷൻ പോയിന്റ്. അപ്പോൾ എന്താണ് സാച്ചുറേഷൻ പോയിന്റ് നോക്കൂ. വാട്ട് ഈസ് സാച്ചുറേഷൻ പോയിന്റ്? വെൻ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 0, then total utility is maximum because any further consumption of that commodity will lead to negative marginal utility and therefore total utility tend to increase. Therefore, it is called saturation point.
as after this the total utility will fall due to negative marginal utility. Okay, we will see it from the example. When marginal utility is 0, here alle when marginal utility is 0, total utility is maximum. അതായത് 15 മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? മാക്സിമം ആണ് 15. ബിക്കോസ് എനി ഫർദർ കൺസംഷൻ ഓഫ് ദാറ്റ് കമോഡിറ്റി, എനി ഫർദർ കൺസംഷൻ, അതായത് 7th യൂണിറ്റ്, ഓക്കെ, എനി അഡീഷണൽ കൺസംഷൻ 7th യൂണിറ്റിൻ്റെ കൺസംഷൻ, ഓക്കെ, എനി ഫർദർ കൺസംഷൻ ഓഫ് ദാറ്റ് കമോഡിറ്റി വിൽ ലീഡ് ടു നെഗറ്റീവ് മാർജിനൽ യൂട്ടിലിറ്റി. 7th യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി മൈനസ് ആയിട്ട് മാറും, 0യേക്കാൾ താഴേക്ക് പോകും. സോ അതുകൊണ്ട് ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? കുറയും. മാർജിനൽ യൂട്ടിലിറ്റി 0നും താഴെ പോകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് എന്ത് സംഭവിക്കും? ദാറ്റ് ഓൾസോ വിൽ സ്റ്റാർട്ട് ഡിക്രീസിങ്. സോ ഇവിടെ ഇത് ഫ്ലാറ്റ് ആണ് അല്ലേ? 5th യൂണിറ്റിലും 6th യൂണിറ്റിലും ഇത് 15 ആയിരുന്നു, ഇവിടെ ഫ്ലാറ്റ് ആയിരുന്നു. പക്ഷേ 7th യൂണിറ്റിൽ, ഓക്കെ, 7th യൂണിറ്റിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്തായി മാറി? 0യിൽ നിന്നും നെഗറ്റീവായി മാറി. അപ്പം ആ ഒരു പോയിന്റ് വെച്ച് ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ ഏതൊരു പോയിന്റിലാണോ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിട്ട് മാറുന്നത്, ആ പോയിന്റിന് എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് സാച്ചുറേഷൻ. മീൻസ് ആ പോയിന്റിൽ കൺസ്യൂമർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, ഹി ഈസ് സാച്ചുറേറ്റഡ്. ബിക്കോസ് ആഫ്റ്റർ ദിസ് പോയിന്റ്, സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞാൽ ആ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പോയിന്റിൻ്റെ ഫർദർ അപ്പുറത്ത് നമ്മൾ വീണ്ടും കൺസ്യൂം ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും. അതായത് 15ൽ നിന്നും ഇത് 14 ആയിട്ട് മാറും. ഓക്കെ, ഫ്രം 15 ഇറ്റ് വിൽ ഗോ ടു 14. നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും ഇഫ് വി കൺസ്യൂം ദ 7th യൂണിറ്റ്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് 7th യൂണിറ്റ്, ഇവിടെ 7th യൂണിറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ 7th യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, ബിക്കോസ് ഓഫ് നെഗറ്റീവ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഈ എക്സാമ്പിളിൽ നിന്ന് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടുന്ന 3 മെയിൻ പോയിൻറ്റ്സ്. ഓക്കെ, ആ 3 പോയിൻറ്റ്സ് നമ്മളിവിടെ ഒരു ടാബുലർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റീസ്. നമ്മൾ ഈ ഡയഗ്രത്തിൽ നിന്നും അതുപോലെ ഈ എക്സാമ്പിളിൽ നിന്നും പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ സമ്മറിയാണിത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്ലൈൻ ചെയ്യുന്നു. എപ്പോൾ? വെൻ വി കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമോഡിറ്റി. സോ ഒരു കമോഡിറ്റിയുടെ വൺ ആഫ്റ്റർ അനദർ സക്സസീവ് യൂണിറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു മാർജിനൽ യൂട്ടിലിറ്റി? മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നു. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. നമ്മളിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ വെൻ മാർജിനൽ യൂട്ടിലിറ്റി റീച്ചസ് 0, മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുന്ന പോയിന്റിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്താകുന്നു? ദാറ്റ് റീച്ചസ് മാക്സിമം. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി മാറുന്ന പോയിന്റിൽ, ദിസ് ഇസ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് അല്ലേ? ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി കർവ്. സോ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിട്ട് മാറുന്ന പോയിന്റിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? മാക്സിമം ആണ്. ഓക്കെ, ദെൻ വെൻ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് നെഗറ്റീവ്, ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ് ഫ്രം ദി മാക്സിമം. വെൻ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് നെഗറ്റീവ്, 0യിൽ നിന്നും ഫോൾ ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? ദ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ് ഫ്രം ദി മാക്സിമം. ക്ലിയർ ആയോ? യെസ്. സോ ദീസ് ആർ ദ 3 മെയിൻ പോയിൻറ്റ്സ് വിച്ച് വി ഹാവ് ടു റിമെമ്പർ. സോ ഈ ഒരു തിയറിയുടെ നട്ട്ഷെൽ എന്ന് പറയാൻ പറ്റുന്ന 3 പോയിൻറ്റ്സ് ആണിത്. മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യുന്നു, ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു, പക്ഷേ ടോട്ടൽ യൂട്ടിലിറ്റി ആ സമയത്ത് എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നു, ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി മാറുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയി മാറുന്നു. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ്?
ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ് ഫ്രം ദി മാക്സിമം. സോ ഈ ഒരു തിയറി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ വാട്ട് ആർ ദ വേരിയസ് അസംഷൻസ് ഓഫ് ദിസ് ലോ? അസംഷൻസ് ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നോക്കൂ, ദ യൂണിറ്റ്സ് ഓഫ് ദ കമോഡിറ്റി ആർ ഐഡൻറ്റിക്കൽ ഓർ ഹോമോജീനിയസ്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കമോഡിറ്റി എന്താണ്? ഐഡൻറ്റിക്കൽ ആണ്, സെയിം ആണ്. ഓക്കെ, എല്ലാ യൂണിറ്റും ഒരേപോലെയാണ്. ദ കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് ഫാഷൻസ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു അസംഷനാണ് അണ്ടർ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ദർ ഈസ് നോ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ consumption of 2 units of a commodity. In other words, the consumption should be continuous. So ഒരു മാങ്ങ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ മാങ്ങ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ടൈം ഗ്യാപ്പ് ഒന്നുമില്ല. So just after consuming the first mango, we are consuming the second one, after the third one, fourth one, അങ്ങനെ. സോ ഒരു ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ഇൻ്റർവെല്ല് കൊടുക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കമ്മോഡിറ്റിയുടെ സക്സസീവ് യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൺസംഷൻ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ദ യൂണിറ്റ്സ് ഓഫ് ദ കമ്മോഡിറ്റി ആർ ഓഫ് നോർമൽ സൈസ്, നീദർ ടു സ്മോൾ നോർ ടു ലാർജ്. ഓക്കെ, നോർമൽ സൈസിലുള്ള കമ്മോഡിറ്റി ആയിരിക്കണം. ദർ ഷുഡ് ബി നോ ചേഞ്ച് ഇൻ ദ ഇൻകം ഓർ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. കൺസ്യൂമറുടെ ഇൻകത്തിലോ അതല്ലെങ്കിൽ സാധനങ്ങളുടെ വിലയിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഈ തിയറി അവിടെ ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ ഈ തിയറി അസ്യൂം ചെയ്യുന്നത് എന്താണ്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് നമ്മൾ പറയുന്നത് കൺസ്യൂമറുടെ ഇൻകത്തിനെയും അതുപോലെ സാധനങ്ങളുടെ വിലയെയും ഫിക്സഡ് ആയി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ ലോ അസ്യൂംസ് യൂട്ടിലിറ്റി മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. ഓക്കെ, യൂട്ടിലിറ്റി ഇൻ ടേംസ് ഓഫ് മണിയെ മെഷർ ചെയ്യുന്നതാണ് എന്ത്? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. സോ ഇതിൻ്റെ ഒരു സബ് ടോപ്പിക് ആണല്ലോ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റുമെന്ന് ഈ ലോ അസ്യൂം ചെയ്യുന്നു. ദെൻ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ ഡു നോട്ട് ചേഞ്ച്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് ഫാഷൻസ് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് കൺസംഷൻ. സോ ദീസ് ആർ ദ വേരിയസ് അസംഷൻസ് ഓഫ് ദ ലോ. ഇത് മോർ ഓർ ലെസ് സെയിം ആണ്. എന്തുമായി? കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ അസംഷൻസ് ആയി ഇത് സെയിം ആണ്. സോ വൺസ് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു റിമെമ്പർ ദീസ് ടു. ദെൻ limitations or exceptions of the law. The law of diminishing marginal utility does not apply to rare collections such as stamps, coins, old paintings, etc. So law of diminishing marginal utility എന്താ പറയുന്നത്? നമ്മൾ more and more units of a commodity consume ചെയ്യുമ്പോൾ each additional unit will give us less satisfaction. So ഈ തിയറി ശരിയാവാത്ത പല സിറ്റുവേഷൻസ് ഉണ്ട്. എല്ലാ കേസിലും ഇത് എന്ത് ചെയ്യണമെന്നില്ല, ശരിയായിക്കൊള്ളണമെന്നില്ല. ദർ ആർ സർട്ടൻ എക്സെപ്ഷൻസ്. ഫോർ എക്സാമ്പിൾ, റയർ കളക്ഷൻസ്, സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോയിൻ കളക്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഓൾഡ് പെയിൻറ്റിങ്സ് കളക്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുകയേ ചെയ്യുള്ളൂ, അല്ലേ? ഇറ്റ് നെവർ ഗോസ് ഓൺ ഡിക്രീസിങ്. സോ ആ ഒരു കേസിൽ ഈ തിയറി കറക്റ്റ് ആയിക്കോളണം എന്ന് ഇല്ല, അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല. Then the law does not hold well in consumption of liquor. The more a person drinks, the more he likes it. ലിക്കറിൻ്റെ കേസിൽ എന്തല്ല? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അപ്ലിക്കബിൾ അല്ല. നമ്മൾ മോർ ആൻഡ് മോർ ലിക്കർ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ അതിലോട്ട് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനുണ്ടാവുക, അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആ കേസിൽ ഉണ്ടാവില്ല. ദെൻ ലോ കനോട്ട് ബി അപ്ലൈഡ് ടു മണി. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി നെവർ ഫോൾസ് ടു സീറോ. പണം എത്ര കിട്ടിയാലും ഓക്കെ, നോർമലി നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്കതിനൊരു അതിൻ്റെ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്ന ഒരു അവസ്ഥ വരില്ല. കാരണം നമ്മുടെ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. സോ ഈ ഒരു തിയറി ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ടു മണി. ദെൻ ദ ലോ ഡസ് നോട്ട് അപ്ലൈ ടു എ മൈസർ. ഒരു പിശുക്കനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോയ്ക്ക് അപ്ലിക്കബിലിറ്റി ഇല്ല, ബിക്കോസ് ദ മൈസർ ഹാസ് ഇമ്മെൻസ് ലവ് ഫോർ മണി. So a miser gets more and more satisfaction from getting more and more money. Right. So എല്ലാ സ്ഥലത്തും ഈ ലോ അപ്ലിക്കബിൾ ആവണമെന്നില്ല ഒരേപോലെ. Then the law fails when there is a large number of consumers to consume a commodity. So ഒരുപാട് കൺസ്യൂമേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഈ ലോയ്ക്ക് അപ്ലിക്കബിലിറ്റി ഉണ്ടാവണമെന്നില്ല. Then when a consumer consumes a commodity for the first time, he may get increasing marginal utility for some time.
നമ്മൾ പറഞ്ഞ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്തുകൊണ്ട് വരും അല്ലേ, ഓരോ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും. പക്ഷേ ഒരു കൺസ്യൂമർ ആദ്യമായിട്ട് ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, ആദ്യമൊക്കെ ഇൻക്രീസ് ചെയ്യും, അത് ഡിക്രീസ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ ആദ്യമായിട്ട് ടി വി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ 1 മണിക്കൂർ കണ്ടു, 2ാമത്തെ മണിക്കൂർ അയാൾ കാണുമ്പോഴേക്കും അയാളുടെ മാർജിനൽ യൂട്ടിലിറ്റി ആദ്യത്തെ 1 മണിക്കൂറിനേക്കാൾ കൂടുതൽ ഡിക്രീസ് ചെയ്യണമെന്നില്ല. ഇറ്റ് മേ ഗോ ഓൺ ഇൻക്രീസിങ്. കാരണം ഇദ്ദേഹം ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സോ ആ ഒരു എൻത്യൂസിയാസം, ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഫസ്റ്റ് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു കൺസ്യൂമർക്ക് ഉണ്ടായിരിക്കാം. സോ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിലും ഈ തിയറി ശരിയാവണം എന്ന് ഇല്ല. ദെൻ നെക്സ്റ്റ് ഇസ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദി ലോ. നോക്കൂ, പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദി ലോ. പ്രാക്ടിക്കൽ ലൈഫിൽ എവിടെയൊക്കെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഹെൽപ്ഫുൾ ഇൻ ടാക്സേഷൻ, പ്രോഗ്രസീവ് ടാക്സേഷൻ. The rate of taxes increases as a person's income increases. So പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ടുന്ന ടാക്സിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസസ്, അതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത് അല്ലേ. എക്സാമ്പിൾ എന്താണ്, ഇൻകം ടാക്സ്. സിമ്പിൾ എക്സാമ്പിൾ ഈസ് ഇൻകം ടാക്സ്. നമ്മളുടെ ഇൻകം കൂടുന്തോറും നമ്മൾ പേ ചെയ്യേണ്ടുന്ന ടാക്സിൻ്റെ എമൗണ്ട് കൂടിക്കൂടി വരും. അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസസ് വെൻ അറ്റ് ഹയർ സ്ലാബ്സ് ഓഫ് ഇൻകം. സോ അതിനെയാണ് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസസ് ആസ് എ പേഴ്സൺസ് ഇൻകം ഇൻക്രീസസ്. കൂടുതൽ ഇൻകം ഉള്ള വ്യക്തി കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു അണ്ടർ പ്രോഗ്രസീവ് ടാക്സേഷൻ. ഇറ്റ് ഈസ് ബിക്കോസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഫോൾസ് ടു ദ റൈസ് ഓഫ് ദ ഇൻകം ഓഫ് ദാറ്റ് പേഴ്സൺ. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അസംഷന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ. എന്ത് നോക്കൂ, ദിസ് ലോ കനോട്ട് ബി അപ്ലൈഡ് ടു മണി. ഏത് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കനോട്ട് ബി അപ്ലൈഡ് ടു മണി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താ പറയുന്നത് നോക്കൂ, ഇറ്റ് ഈസ് ബിക്കോസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഫോൾസ് ടു ദ റൈസ് ഓഫ് ഇൻകം ഓഫ് ദാറ്റ് പേഴ്സൺ. പക്ഷെ നമ്മളുടെ ഇൻകം ഇങ്ങനെ കൂടി വരുമ്പോൾ ഹൈലി റിച്ച് ആയിട്ടുള്ളൊരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ത് ചെയ്യും, കുറയും എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് മീൻസ് ഏത് സെൻസിലാണ് നോക്കൂ, ആസ് എൻ ഇൻഡിവിജ്വൽസ് ഇൻകം ഇൻക്രീസസ് ദ എക്സ്ട്രാ ബെനഫിറ്റ് ടു ദാറ്റ് ഇൻഡിവിജ്വൽ decreases. This is because each subsequent rupee is satisfying less and less urgent wants. സോ ഇൻകം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടുന്ന അർജൻറ്റ് വാണ്ട്സ് അതിൻ്റെ എണ്ണം കുറയും അല്ലേ. സോ ഓരോ അഡീഷണൽ റുപ്പിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന അർജൻറ്റ് വാണ്ട്സിൻ്റെ ആ ഒരു എണ്ണം that will become less. A person does not attach the same importance to additional wealth. ഇങ്ങനെയാണ് ആ കോൺസെപ്റ്റ് പറയുന്നത്. സോ അഡീഷണൽ മണി അല്ലെങ്കിൽ അഡീഷണൽ വെൽത്ത് ഉണ്ടാകുമ്പോൾ ഓരോ സബ്സീക്വൻറ്റ് യൂണിറ്റിനും സെയിം ഇമ്പോർട്ടൻസ് ആ ഒരു പേഴ്സൺ കൊടുത്തോളണം എന്നില്ല. ഓർ ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ്. ദാറ്റ്സ് വൈ ഗവൺമെൻറ് ടാക്സസ് റിച്ച് പീപ്പിൾ. സോ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് റിച്ച് പീപ്പിളിൻ്റെ മുകളിൽ ഹയർ റേറ്റ് ഓഫ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് this law is helpful in taxation. It is the basis of the policy of equal distribution of wealth. In many countries, there is unequal distribution of wealth and income. Government levy higher taxes on the rich. The money taken from the rich is distributed to the poor by way of free education, free medicinal aids, etc. So, ഒരുപാട് രാജ്യങ്ങളിൽ എന്തുണ്ട്, ഇൻകം അല്ലെങ്കിൽ വെൽത്തിൻ്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല ഉള്ളത് അല്ലേ. എല്ലാവരുടെ കയ്യിലും ഒരേപോലെയല്ല ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, റിച്ച് പീപ്പിളിൻ്റെ മുകളിൽ ഹയർ ടാക്സസ് ലെവി ചെയ്യുന്നു, അവരിൽ നിന്നും കൂടുതൽ മണി കളക്ട് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ടാക്സ്. ആൻഡ് ഇത് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിൻ്റെ പല പല പോളിസികളിലൂടെ പാവപ്പെട്ടവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ദിസ് തിയറി ഹെൽപ്സ് ഇൻ ദ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് wealth and income. Then third point, it is helpful in regulating daily expenditure. We should not buy too much of a commodity since its marginal utility falls. It helps consumers to regulate daily expenditure. സോ നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഡെയിലി എക്സ്പെൻഡിച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ ഈ തിയറി സഹായിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാത്തത് എന്തുകൊണ്ടാണ്, ഈ തിയറി എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ. നമ്മൾ കടയിൽ പോയിട്ട് മാങ്ങ വാങ്ങുമ്പോൾ
നമുക്കൊരു അസംഷൻ ഉണ്ട്, ഇത്ര യൂണിറ്റേ നമ്മൾ കൺസ്യൂം ചെയ്യുള്ളൂ. പിന്നെ ഫർദർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി വിൽ ബിക്കം നെഗറ്റീവ്. നമ്മുടെ ഡെയിലി എക്സ്പെൻഡിച്ചർ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഡെയിലി എക്സ്പെൻഡിച്ചറിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള തിയറിയാണ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ്. This law tells that the price of the commodity should fall when supply increases. So supply increase ചെയ്യുമ്പോൾ സാധനത്തിൻ്റെ പ്രൈസ് കുറഞ്ഞാലേ ആൾക്കാർ എന്ത് ചെയ്യുള്ളൂ? അത് വാങ്ങുള്ളൂ എന്നാണ് ഈ തിയറി പറയുന്നത്. സോ ദെൻ ബേസിസ് ഓഫ് ഇക്കണോമിക് ലോസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ ലോസ് ഓഫ് ഇക്കണോമിക്സ്. Explains why demand curve slopes downwards. Law of consumer surplus, elasticity of demand, etc. is derived from the law of diminishing marginal utility. So മറ്റൊരുപാട് തിയറീസ് അതല്ലെങ്കിൽ ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാക്ക് ബോൺ ആണ് എന്ത്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഇക്കണോമിക് ലോസ്. സോ ദീസ് ആർ ദി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ദി ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നെക്സ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. ആരാണ് ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ A.J. Dupuit in 1844. Concept of consumer surplus was originally developed by A.J. Dupuit. Marshall refined this concept in his book Principle of Economics. So Alfred Marshall എന്ത് ചെയ്തു? He has refined this concept. Then എന്താണ് കൺസ്യൂമേഴ്സ് സർപ്ലസ് എന്ന് നോക്കൂ. Certain commodities are highly useful but relatively cheap. For these commodities, we are often prepared to pay a higher price than we actually pay. Thus, we get an extra surplus or satisfaction over and above the price we pay. This is called consumer's surplus. So, highly useful ആയിട്ടുള്ള പക്ഷേ റിലേറ്റീവ്ലി ഇതിൻ്റെ യൂസുമായി കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പായിട്ടുള്ള കമ്മോഡിറ്റീസാണ് എന്തൊക്കെ? ന്യൂസ് പേപ്പർ, സോൾട്ട്, മാച്ച് ബോക്സ്, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഹൈലി യൂസ്ഫുൾ ആണ്. ഈ സാധനങ്ങൾക്ക് നമ്മൾ സാധാരണ പേ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എമൗണ്ട് ചാർജ് ചെയ്താലും നമ്മൾ എന്താണ്? വി ആർ റെഡി ടു പേ. സോ സാധാരണ നമ്മൾ പേ ചെയ്യുന്ന പ്രൈസിനേക്കാൾ കുറച്ചുകൂടി പ്രൈസ് അധികമായാലും വി ആർ റെഡി ടു പേ ഫോർ ദീസ് കമ്മോഡിറ്റീസ്. സോ ഈ കമ്മോഡിറ്റീസ് എങ്ങനെയാണ്? ഹൈലി യൂസ്ഫുൾ ആണ് ബട്ട് റിലേറ്റീവ്ലി ചീപ്പാണ്. ഫോർ ദോസ് വി ആർ പ്രിപ്പയർഡ് ടു പേ എ ഹയർ പ്രൈസ് ദാൻ വി ആക്ച്വലി പേ. നമ്മളിപ്പോൾ പേ ചെയ്യുന്ന പ്രൈസിനേക്കാൾ കൂടുതലൊരു പ്രൈസ് പേ ചെയ്താലും എന്താണ്? നമ്മൾ ഓക്കെയാണ് ഈ കേസസിൽ. സോ ദസ് വി ഗെറ്റ് എൻ എക്സ്ട്രാ സർപ്ലസ് ഓർ സാറ്റിസ്ഫാക്ഷൻ. സോ ഈ കേസിൽ നമുക്ക് എന്ത് കിട്ടുന്നു? വി ആർ ഗെറ്റിംഗ് എൻ എക്സ്ട്രാ സർപ്ലസ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓവർ ആൻഡ് അബവ് ദ പ്രൈസ് വി പേ. നമ്മൾ കൊടുക്കാൻ വില്ലിംഗ് ആയ പ്രൈസിനേക്കാൾ കുറവ് പ്രൈസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കമ്മോഡിറ്റീസ് വാങ്ങുന്നത്. സോ ദിസ് ഈസ് കോൾഡ് കൺസ്യൂമർ സർപ്ലസ്. അവിടെ നമുക്കൊരു സർപ്ലസ് കിട്ടി എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. ഇറ്റ് വിൽ ബി മോർ ക്ലിയർ വിത്ത് ദി ഡെഫിനിഷൻ. വാട്ട് ഈസ് കൺസ്യൂമർ സർപ്ലസ്? വാട്ട് വി ആർ പ്രിപ്പയർഡ് ടു പേ മൈനസ് വാട്ട് വി ആക്ച്വലി പേ. നമ്മൾ എത്ര ഏത് പ്രൈസ് പേ ചെയ്യാൻ റെഡിയാണ്, നമ്മൾ ഏത് പ്രൈസ് പേ ചെയ്യുന്നു, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? കൺസ്യൂമേഴ്സ് സർപ്ലസ്. അതല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. കൺസ്യൂമർ സർപ്ലസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ വാട്ട് വി ആർ പ്രിപ്പയർഡ് ടു പേ. നമ്മൾ ഇത്ര പ്രൈസ് പേ ചെയ്യാൻ റെഡിയാണ്, അതാണ് നമ്മുടെ യൂട്ടിലിറ്റി അല്ലേ? മൈനസ് വാട്ട് വി ആക്ച്വലി പേ, ദറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. മറ്റൊരു രീതിയിൽ ഈ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അടുത്തൊരു ഇക്വേഷൻ നോക്കൂ. കൺസ്യൂമേഴ്സ് സർപ്ലസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി പർച്ചേസ്ഡ്. സോ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് എന്താണ്? ദറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. സോ 3 വ്യത്യസ്തമായ രീതികളിൽ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. കൺസ്യൂമർ സർപ്ലസ് ഇസ് ഈക്വൽ ടു വാട്ട് വി ആർ പ്രിപ്പയർഡ് ടു പേ മൈനസ് വാട്ട് വി ആക്ച്വലി പേ. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, നോട്ട് അറ്റ് ഓൾ കോംപ്ലിക്കേറ്റഡ് ഇൻ നേച്ചർ. വിത്ത് എൻ എക്സാമ്പിൾ ആൻഡ് ഡയഗ്രാം ഈ കോൺസെപ്റ്റ് നമുക്ക് ഒന്നുകൂടി
ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അവർ കൺസ്യൂമർ ഗോസ് ടു ദ മാർക്കറ്റ്. എന്തിനാണ് കൺസ്യൂമർ പോകുന്നത്? മാംഗോ വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. സോ വെൻ ഹീ ഈസ് ബൈങ് ദ ഫസ്റ്റ് മാംഗോ, ഒരു മാങ്ങ, ആദ്യത്തെ മാങ്ങ ഇദ്ദേഹം വാങ്ങുമ്പോൾ അദ്ദേഹം അതിന് 6 രൂപ കൊടുക്കാൻ റെഡിയാണ്. ദ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ ₹6. കാരണം എന്താ? ഫോർ ദിസ് കൺസ്യൂമർ ഈ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് മാംഗോയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ഹിയർ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു ദ പ്രൈസ് ഹീ ഈസ് വില്ലിംഗ് ടു പേ. കൺസ്യൂമർ എത്രയാണോ ഈ മാംഗോന് വേണ്ടി പേ ചെയ്യാൻ റെഡിയാവുന്ന പ്രൈസ്, അത് തന്നെയാണ് എന്ത്? അദ്ദേഹത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി. അല്ലെങ്കിൽ എത്രയാണോ കൺസ്യൂമർക്ക് മാർജിനൽ യൂട്ടിലിറ്റി ലഭിക്കുക, അതാണ് ആ യൂട്ടിലിറ്റിക്ക് തത്തുല്യമായിട്ടുള്ള പ്രൈസാണ് അദ്ദേഹം ഇതിന് പേ ചെയ്യാൻ വേണ്ടി റെഡിയാവുക. ഓക്കെ, സോ വെൻ ഹി ബൈസ് ദ ഫസ്റ്റ് മാംഗോ, വാട്ട് ഈസ് ഹിസ് മാർജിനൽ യൂട്ടിലിറ്റി? ദറ്റ് ഈസ് 6. അതുകൊണ്ട് തന്നെ അദ്ദേഹം 6 രൂപ പേ ചെയ്യാൻ റെഡിയാണ്. പക്ഷേ മാർക്കറ്റിൽ ഈ മാങ്ങയ്ക്ക് 2 രൂപയേ ഉള്ളൂ. ഓക്കെ, മാർക്കറ്റിലുള്ള മാംഗോവിൻ്റെ പ്രൈസ് എന്താണ്? ഫിക്സഡ് ആണ്. സോ ഓൾ ദിസ് കേസസ് മാർക്കറ്റിലുള്ള മാംഗോവിൻ്റെ പ്രൈസ് ഫിക്സഡ് ആണ്. ദാറ്റ് ഈസ് 2 rupees. റൈറ്റ്, സോ ഇറ്റ് ഈസ് 2 rupees. സോ എന്താണ് ഇവിടെ കൺസ്യൂമറുടെ സർപ്ലസ്? 6 minus 2 അല്ലേ? 6 minus 2 വിച്ച് ഈസ് 4 rupees. ഇവിടെ കൺസ്യൂമറിൻ്റെ സർപ്ലസ് എന്ന് പറയുന്നത് 4 രൂപയാണ്. ഓക്കെ, ദെൻ വെൻ ഹി ബൈസ് ദ സെക്കൻഡ് മാംഗോ, എന്ത് സംഭവിക്കുന്നു? അദ്ദേഹത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നു. ഓക്കെ, വി ഹാവ് സ്റ്റഡീഡ് ഓൾറെഡി. മാർജിനൽ യൂട്ടിലിറ്റി വിൽ ഡിമിനിഷ് ആസ് വി കൺസ്യൂം മോർ ആൻഡ് മോർ സക്സസീവ് യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. സോ നേരത്തെ 6 ഉണ്ടായിരുന്ന മാർജിനൽ യൂട്ടിലിറ്റി 5 ആയി മാറുന്നു. മാർക്കറ്റ് പ്രൈസ് എന്താണ്? ഫിക്സഡ് തന്നെയാണ്. ഇറ്റ് ഈസ് 2 rupees ഇൻ ഓൾ ദ കേസസ്. സോ പക്ഷെ അദ്ദേഹത്തിൻ്റെ കൺസ്യൂമർ സർപ്ലസ് എന്ത് ചെയ്തു? 5 minus 2 ദാറ്റ് ഈസ് 3, 3 ആയി മാറി. അപ്പോൾ രണ്ടാമത്തെ മാംഗോ കൺസ്യൂമർ വാങ്ങുമ്പോൾ വാട്ട് ഹാപ്പൻസ്? കൺസ്യൂമർ സർപ്ലസ് 4 നിന്നും 3 ആയി കുറയുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ബിക്കോസ് ദി ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഫസ്റ്റ് യൂണിറ്റിനേക്കാൾ കുറവായി മാറുന്നു സെക്കൻഡ് യൂണിറ്റ് ഓഫ് മാംഗോ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന കൺസ്യൂമർ സർപ്ലസ് ബിക്കോസ് ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ദെൻ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഹീ ഈസ് ബൈയിങ് ദ തേർഡ് മാംഗോ. മൂന്നാമത്തെ മാംഗോ വാങ്ങുമ്പോൾ വാട്ട് ഈസ് ഹിസ് മാർജിനൽ യൂട്ടിലിറ്റി? 4. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം 4 രൂപ കൊടുക്കാൻ വില്ലിംഗ് ആണ്. മാർക്കറ്റ് പ്രൈസ് ഇസ് 2. വാട്ട് ഈസ് ഹിസ് കൺസ്യൂമർ സർപ്ലസ്? 4 minus 2 വിച്ച് ഈസ് 2. ദെൻ ഫോർത്ത് മാംഗോ അദ്ദേഹം വാങ്ങുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഇറ്റ് ഈസ് 3. സോ 3 രൂപ കൊടുക്കാൻ അദ്ദേഹം റെഡിയാണ്. മാർക്കറ്റ് പ്രൈസ് ഇസ് ഫിക്സഡ്. സോ ഹിസ് കൺസ്യൂമർ സർപ്ലസ് ഈസ് 3 minus 2 വിച്ച് ഈസ് 1. ദെൻ ഫിഫ്ത്ത് മാംഗോ ഇദ്ദേഹം പർച്ചേസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഹിസ് മാർജിനൽ യൂട്ടിലിറ്റി എഗെയിൻ ഡിമിനിഷസ് ടു 2. 3 നിന്നും 2 ആയി മാറുന്നു. ഹി purchases the fifth mango, he is only willing to pay 2 rupees. Okay, market price എന്താണ്? 2 rupees ആണ്. So in that case 2 minus 2 his surplus becomes 0. സോ ഇവിടെ എന്താണ്? ഫിഫ്ത്ത് മാംഗോ പർച്ചേസ് ചെയ്യുമ്പോൾ കൺസ്യൂമർക്ക് എന്തില്ല, അതല്ലെങ്കിൽ ഫിഫ്ത്ത് മാംഗോ അദ്ദേഹം കൺസ്യൂം ചെയ്യുമ്പോൾ ഹിസ് കൺസ്യൂമർ സർപ്ലസ് വിൽ ബിക്കം 0. ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ദ കമ്മോഡിറ്റി ഇദ്ദേഹം കൺസ്യൂം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഹിസ് കൺസ്യൂമർ സർപ്ലസ് ഡിമിനിഷസ് ബിക്കോസ് ഹിസ് മാർജിനൽ യൂട്ടിലിറ്റി ഓൾസോ ഡിമിനിഷസ്. സോ കൺസ്യൂമർ സർപ്ലസ് ഡിമിനിഷ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, സോ നമ്മളുടെ ഈ കേസിൽ എന്താണ് കൺസ്യൂമറുടെ സർപ്ലസ് നോക്കൂ. ടോട്ടൽ കൺസ്യൂമർ സർപ്ലസ് എന്തായിരുന്നു നമ്മളുടെ ഇക്വേഷൻ? ദറ്റ് ഈസ് ദ പ്രൈസ് ഹി ഈസ് വില്ലിംഗ് ടു പേ മൈനസ് ദ പ്രൈസ് ഹി ഹാസ് ഓൾറെഡി പെയ്ഡ്. സോ 5 മാംഗോസിന് ഇദ്ദേഹം ടോട്ടൽ എത്രയാണ്? 6 + 5 + 4 + 3 + 2 വിച്ച് ഈസ് 20 അല്ലേ? ദറ്റ് ഈസ് ഹിസ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 20 ആണ് ഫ്രം 5 മാംഗോസ്. സോ മാർക്കറ്റ് പ്രൈസ് 2 ആണ് എല്ലാ കേസിലും. സോ അതുകൊണ്ട് 5 × 2 10 രൂപയാണ് എന്ത്? ദ പ്രൈസ് ഹി ഹാസ് ആക്ച്വലി പെയ്ഡ് ഫോർ ദി 5 മാംഗോസ്. സോ ഇദ്ദേഹത്തിൻ്റെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് 20 വിച്ച് ഈസ് ദ ടോട്ടൽ ഓഫ് ദിസ് മൈനസ് 10 വിച്ച് ഈസ് ദ -10 വിച്ച് ഈസ് ദ ടോട്ടൽ ഓഫ് ദിസ്. സോ ഇദ്ദേഹത്തിൻ്റെ കൺസ്യൂമർ സർപ്ലസ് 20 - 10 വിച്ച് ഈസ്
10. ഓക്കെ, ഈ കേസിൽ കൺസ്യൂമർ സർപ്ലസ് എന്താണ്? 10 ആണ്. നമുക്കിതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. നോക്കൂ, സെയിം എക്സാമ്പിളാണ് നമ്മൾ ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ വാട്ട് ഈസ് എൻ എക്സ് ആക്സിസ്? ദറ്റ് ഈസ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ്. വൈ ആക്സിസിൽ പ്രൈസ് ആൻഡ് യൂട്ടിലിറ്റി. എന്ത് ചെയ്യുന്നു? ഹി ഹാസ് പർച്ചേസ്ഡ് 5 mangoes. 1, 2, 3, 4, 5. He has purchased 5 mangoes in our example. Then when he purchased the first mango, his utility was 6. അല്ലേ? His utility was 6. ഈ line. Then when he purchased the second mango, his utility was 5. Third mango purchase ചെയ്യുമ്പോൾ utility is 4. Fourth mango utility is 3. Fifth mango purchase ചെയ്യുമ്പോൾ utility is 2. ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ MP അഥവാ OQ. ഓക്കെ, MP അഥവാ OQ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് 2 അല്ലേ? 2 rupees. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ മാംഗോസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് എന്ത്? MP അഥവാ OQ. ഈ ലൈൻ MP or OQ which is 2 rupees. ഓക്കെ, 2 rupees. It is the market price of the mango. And market price എന്താണ്? That is same for all the units. ഫസ്റ്റ് യൂണിറ്റിന്, സെക്കൻഡ് യൂണിറ്റിന്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഈവൻ ഇഫ് 6th യൂണിറ്റ് പർച്ചേസ് ചെയ്താലും എന്താണ്? മാർക്കറ്റ് പ്രൈസസ് 2 വിച്ച് ഈസ് സെയിം ഫോർ ഓൾ ദ യൂണിറ്റ്സ്. ദെൻ വാട്ട് ഈസ് OM? OM എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ബൈ ദി കൺസ്യൂമർ വെൻ the price of the mangoes is equal to marginal utility. So OM is the quantity purchased by the consumer when price of the mangoes is equal to marginal utility. മാംഗോയിൻ്റെ പ്രൈസ് മാർജിനൽ യൂട്ടിലിറ്റിക്ക് സെയിം ആയിരിക്കുന്ന കേസസിൽ, അല്ലെങ്കിൽ കൺസ്യൂമർ അദ്ദേഹത്തിന് എത്രയാണോ മാർജിനൽ യൂട്ടിലിറ്റി ലഭിക്കുന്നത് ആ പ്രൈസ് അത്രയും യൂട്ടിലിറ്റിക്ക് തത്തുല്യമായിട്ടുള്ള പ്രൈസ് കൊടുക്കാൻ കൺസ്യൂമർ എന്താണ്? വില്ലിംഗ് ആണ്. സോ ആ കേസസിൽ കൺസ്യൂമർ പർച്ചേസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ് എവിടെ ഉള്ളത്? OM. അതായത് നമ്മളുടെ എക്സ് ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് OM ഇൻറ്റു MP? നോക്കൂ, OM ഇൻറ്റു MP, ദാറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഫോർ ഓൾ ദ മാംഗോസ് അല്ലേ? OM മീൻസ് ടോട്ടൽ എത്രയാണ് OMൻ്റെ? 5. MP എത്രയാണ്? 2 rupees. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 rupees. ദിസ് ഈസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ മാംഗോസ്. സോ 5 into 2. 5 into 2. ഓക്കെ, 5 യൂണിറ്റ്സ് ഇദ്ദേഹം വാങ്ങി 2 rupees. എല്ലാ കേസിലും മാർക്കറ്റ് പ്രൈസ് 2 rupees ആയിരുന്നു. സോ 5 into 2 ആക്ച്വലി ഇദ്ദേഹം 10 രൂപ പേ ചെയ്തു. സോ ദിസ് പോർഷൻ ദറ്റ് ഈസ് OM ഇൻറ്റു MP. ഇതെന്താണ് കാണിക്കുന്നത്? ഓൾ ദിസ് ബോക്സ് ഷോസ് This box shows the amount paid by the consumer. 10 രൂപ അല്ലേ? 5 മാംഗോ വാങ്ങാൻ വേണ്ടി കൺസ്യൂമർ 10 രൂപ സ്പെൻഡ് ചെയ്തു. അതാണ് ഈ ഏരിയ കാണിക്കുന്നത്. OM ഇൻറ്റു MP, ദിസ് ഏരിയ. ഓക്കെ, ദിസ് ഇസ് ദ പ്രൈസ് പെയ്ഡ് ബൈ ദ കൺസ്യൂമർ ടു ബൈ 5 mangoes. ദെൻ വാട്ട് ഈസ് ദിസ് ഏരിയ? ഈ ഒരു ഏരിയ എന്താണ്? ദിസ് ഇസ് ദ കൺസ്യൂമർ സർപ്ലസ്. നോക്കൂ, ദിസ് ഇസ് 10 rupees അല്ലേ? നമ്മൾ പറഞ്ഞു 10 rupees. വാട്ട് ഹി ഹാസ് പെയ്ഡ് ഫോർ ദി 5 mangoes. ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ ദി 5 mangoes ആണെന്ത്? ഈ ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്ലസ് നോക്കൂ, ഒരു യൂണിറ്റ് ഫസ്റ്റ് മാംഗോ ഇദ്ദേഹം പർച്ചേസ് ചെയ്തപ്പോൾ ഹി പെയ്ഡ് 1 into 2, 2 rupees. ഇത്രയും കൺസ്യൂമർ പേ ചെയ്തു. അദ്ദേഹം 6 rupees പേ ചെയ്യാൻ വേണ്ടി വില്ലിംഗ് ആയിരുന്നു. ഹി വാസ് റെഡി ടു പേ 6 rupees. ഓക്കെ, ഹി വാസ് റെഡി ടു പേ 6 rupees. സോ ഈ ഒരു എക്സസ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ സർപ്ലസ് ഓഫ് ദ കൺസ്യൂമർ. നോക്കൂ, ദാറ്റ് ഈസ് 6 minus 2. ഓക്കെ, നമ്മുടെ എക്സാമ്പിളിലും അത് തന്നെയാണ് അല്ലേ? 6 minus 2 which is 4. 6 minus 2 is 4. സോ ആദ്യത്തെ മാംഗോ വാങ്ങുമ്പോൾ കൺസ്യൂമർക്ക് ഉണ്ടാവുന്ന സർപ്ലസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഏരിയ ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ്. ദെൻ രണ്ടാമത്തെ മാംഗോ ഇദ്ദേഹം പർച്ചേസ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എത്രയായിരുന്നു? 5. ഓക്കെ, ദിസ് ഈസ് ദ മാർജിനൽ യൂട്ടിലിറ്റി വിച്ച് ഹി വാസ് സപ്പോസ് ടു ഡിറൈവ് ഫ്രം ദാറ്റ്. സോ അദ്ദേഹം എത്രയാണ് പേ ചെയ്തത്? ഇതിനും ഇദ്ദേഹം 2 രൂപ തന്നെയാണ് പേ ചെയ്യുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കൺസ്യൂമർ സർപ്ലസിനെ ഡിനോട്ട് ചെയ്യുന്ന ഏരിയയാണിത്. രണ്ടാമത്തെ മാംഗോ ഇദ്ദേഹം പർച്ചേസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള കൺസ്യൂമർ സർപ്ലസിനെ ഡിനോട്ട് ചെയ്യുന്ന ഏരിയയാണ് ഇത്.
ദാറ്റ് ഈസ് എക്സാമ്പിൾ നോക്കൂ, 5 minus 2 which is 3. 5 minus 2 which is 3. Okay, so this area represents his consumer surplus. So ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കൺസ്യൂമർ തേർഡ് യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു, ഹിസ് കൺസ്യൂമർ സർപ്ലസ് ഇസ് 2. ഓക്കെ, ഫോർത്ത് യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു, കൺസ്യൂമർ സർപ്ലസ് ബിക്കംസ് 1. Then when he purchases the fifth unit, what happens? അഞ്ചാമത്തെ ഒരു മാംഗോ പർച്ചേസ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്ന് വിചാരിക്കുന്ന യൂട്ടിലിറ്റി എത്രയാണ്? 2 ആണ് അല്ലേ? ദിസ് ഈസ് ഹിസ് മാർജിനൽ യൂട്ടിലിറ്റി 2. ആൻഡ് അറ്റ് ദിസ് പോയിൻറ്റ് ദിസ് ഈസ് ഈക്വൽ ടു ദ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് 2 ആണ് എല്ലാ കേസിലും. സോ ഈ ഒരു ഫിഫ്ത്ത് മാംഗോ അദ്ദേഹം കൺസ്യൂം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്തില്ല? ഹി ഡസൻ ഹാവ് എനി കൺസ്യൂമർ സർപ്ലസ്. 2 minus 2 which is 0. Okay, so successive units of the commodity നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? കൺസ്യൂമറുടെ സർപ്ലസ് കുറഞ്ഞു വരുന്നു. കൺസ്യൂമറുടെ സർപ്ലസ് എന്ത് ചെയ്യുന്നു? ഡിമിനിഷ് ചെയ്ത് വരുന്നു. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, സോ ഫിഫ്ത്ത് യൂണിറ്റിൽ എന്താണ്? ദാറ്റ് ബിക്കംസ് the consumer surplus becomes 0 because the marginal utility, because here the marginal utility, അതായത് consumer, the price the consumer is willing to pay 2 rupees, that equals the market price. Hence the consumer surplus is equal to 0. The concept of consumer surplus is based on law of diminishing marginal utility. So നമ്മൾ ഇനി വരുന്ന കേസസിൽ DMU എന്ന ഷോർട്ട് ഫോം ഉപയോഗിക്കും. You should understand it is diminishing marginal utility. As we go on purchasing more and more, marginal utility goes on diminishing. We stop purchasing when the price we have to pay is equal to the marginal utility. Right? We stop purchasing when the price we have to pay is equal to marginal utility. And at this point, consumer surplus will become 0. Then assumptions of the theory of consumer surplus. Utility can be measured. Marginal utility of money remains constant. Commodity has no substitutes. Income, tastes and fashions of the consumer remains constant. Utility depends on the quantity of that commodity. It does not depend on substitutes and complements. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്, അതുകൊണ്ടാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സോ നിങ്ങൾ then this theory is applicable only if the law of diminishing marginal utility is valid. So diminishing marginal utility യുടെ ബേസിൽ നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് എന്ത്? കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. Right. Then limitations or criticisms of the law. It is based on unrealistic assumptions. This is imaginary. So ഇത് പ്യുവർലി നമ്മളുടെ ഭാവനയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. കൺസ്യൂമർ സർപ്ലസ് cannot be measured. It does not apply to necessaries of life. ബേസിക് എസെൻഷ്യൽ തിങ്സിൻ്റെ മുകളിൽ ഈ ലോവിന് അപ്ലിക്കബിലിറ്റി ഇല്ല എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പയർ ദ കൺസ്യൂമർ സർപ്ലസ് ഓഫ് 2 persons ബിക്കോസ് ദ ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് ദ പേഴ്സൺസ് ആർ നോട്ട് ദി സെയിം. 2 ആളുകളുടെ കൺസ്യൂമർ സർപ്ലസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ തിയറി വാലിഡ് ആവില്ല. കാരണം ഈ 2 ആളുകളുടെ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ഒരേപോലെ ആവില്ല എപ്പോഴും. ഓക്കെ, ദെൻ ഇറ്റ് നെഗ്ലക്ട്സ് ദി ഇൻകം ഇഫക്റ്റ്. റൈറ്റ്. Practical importance of the concept of consumer's surplus. Importance to government. It is useful in imposing various taxes on commodities. We already discussed this point under diminishing marginal utility. Then importance to the monopolist. Okay, monopolist in the case for fixing the price of various products. This concept endha cheyunu helpful ആവുന്നു. വേരിയസ് പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹൗ ഹി ചാർജസ് ഹയർ പ്രൈസ് ഫ്രം ദോസ് ഹു ഗെറ്റ് ലാർജർ കൺസ്യൂമർ സർപ്ലസ് ആൻഡ് ലോവർ പ്രൈസ് ഫ്രം ദോസ് ഹു ഗെറ്റ് എ ലോവർ കൺസ്യൂമർ സർപ്ലസ്. ഹയർ കൺസ്യൂമർ സർപ്ലസ് ഉള്ള ആളുകളുടെ കയ്യിൽ നിന്നും ലാർജർ പ്രൈസ് അവർ വാങ്ങുന്ന കമ്മോഡിറ്റിക്ക് ലാർജർ പ്രൈസ് ഇമ്പോസ് ചെയ്യുമാറ് മോണോപോളിസ്റ്റ്, ആൻഡ് ലോവർ സർപ്ലസ് ഉള്ള ആളുകൾ വാങ്ങുന്ന കമ്മോഡിറ്റീസ് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഹി വിൽ ഇമ്പോസ് lower price. Okay, so in that way it helps in fixing the price of various commodities
of the monopolist. Then important in comparing the standard of living, helps in comparing standard of living of two areas where the money income is the same but other factors differ. Income same ആയിട്ടുള്ള but there is a difference in other factors. ഓക്കെ, അത്തരത്തിലുള്ള ഏരിയാസിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഈ തിയറി സഹായിക്കുന്നു. ദെൻ ഇമ്പോർട്ടൻസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. Importance in international trade helps in measuring the benefits from international trade. If foreign goods are cheaper than domestic goods, it is better to purchase foreign goods because consumer surplus will be more from foreign goods. Foreign goods cheaper ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? Will purchase that foreign goods. കാരണം അപ്പോൾ consumer surplus will be more from the foreign goods. In that way, it helps in international trade. Then last one, importance in measuring the value, helps in measuring the value in use and value in exchange. വാല്യൂ ഇൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കൂ, നെസസറി ഗുഡ്സ് ലൈക്ക് സോൾട്ട്, മാച്ച് ബോക്സ് ഹാവ് ഗ്രേറ്റ് വാല്യൂ ഇൻ യൂസ് ബട്ട് ലോ വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. നമ്മൾ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ ഉപയോഗത്തിൽ വരുന്ന സാധനങ്ങൾ സോൾട്ട്, മാച്ച് ബോക്സ്, ഇതിനൊക്കെ എങ്ങനെയാണ്? ഇറ്റ് ഹാസ് ഗ്രേറ്റ് വാല്യൂ ഇൻ യൂസ് അല്ലേ, നമുക്കിത് ഇല്ലാതെ പറ്റില്ല. ഇറ്റ് ഹാസ് ഗ്രേറ്റ് വാല്യൂ ഇൻ യൂസ്. പക്ഷേ ഇതിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ എന്താണ്? വളരെ കമ്മിയാണ്. ഓക്കെ, ദെൻ കംഫർട്ട് ആൻഡ് ലക്ഷറി ഗുഡ്സ് ലൈക്ക് ടി വി, റെഫ്രിജറേറ്റർ ഹാവ് എ ലോവർ വാല്യൂ ഇൻ യൂസ്. സോ ടി വി, റെഫ്രിജറേറ്റർ ഇതൊക്കെ എന്താണ്? ദീസ് ആർ കംഫർട്ട് ഗുഡ്സ്. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ലോവർ ആണ്. ഇല്ലെങ്കിലും വി ക്യാൻ സർവൈവ് അല്ലേ. സോ ഇറ്റ് ഹാസ് എ ലോവർ വാല്യൂ ഇൻ യൂസ്, ദെർഫോർ ദേ ഹാവ് എ സ്മോളർ കൺസ്യൂമർ സർപ്ലസ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷറി ഗുഡ്സിൻ്റെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ആയിരിക്കും. എന്താ കൺസ്യൂമർ സർപ്ലസ്? വാട്ട് വി ആർ വില്ലിംഗ് ടു പേ മൈനസ് വാട്ട് വി ആക്ച്വലി പേ. സോ ഒരു ടി വി, ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ടി വി വാങ്ങുമ്പോൾ, അതല്ലെങ്കിൽ ഒരു റെഫ്രിജറേറ്റർ വാങ്ങുമ്പോൾ, അതല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ആ കേസിൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഹൈലി പ്രൈസ്ഡ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച അത്ര ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദാറ്റ് വിൽ ബി ലെസ്. Okay, so in that way this concept is important in measuring the value. We have covered the concept of consumer surplus. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി, that we will discuss in the next class. So വീഡിയോസ് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടൻറ്റൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ please like the video, share it and subscribe to our channel. See you in the next video.